ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസി ജി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കട്ടിച്ചാറോടുകൂടിയ ചിക്കൻ കറിയുമായിട്ടാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം ഇട്ട് കൈകൊണ്ട് തന്നെ ഇതിനെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ടിത് 1 മണിക്കൂർ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിലേക്ക് പാൻ വെച്ചിട്ട് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി കഴിയുമ്പോൾ 2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 4 പച്ചമുളക്, ഇതെല്ലാം ഇട്ട് നല്ലതുപോലെ ഇതിനെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 2 സവാളയാണ് നീളത്തിൽ അരിഞ്ഞത് എടുത്തിട്ടുള്ളത്, അതും ഇട്ട് കൊടുക്കാം. ഇത് എളുപ്പം വഴന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ സവാളയിൽ നിന്ന് വെള്ളം ഇറങ്ങി പെട്ടെന്ന് നമുക്കിതിനെ വഴറ്റിയെടുക്കാം. അതിലേക്ക് ശകലം കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളിയാണ് എടുത്തേക്കുന്നത്, ചെറുതായിട്ട് കട്ട് ചെയ്ത്, അതും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇത് ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിപ്പം ഏകദേശം ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് പകുതി കോരി മാറ്റിയെടുക്കാം. ഇതിനെ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കേണ്ടതാണ്. പകുതിയിലോട്ട് നമുക്കിനി 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. പച്ചമണം ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിട്ടിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഗ്യാസ് സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം. ഇപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. സ്ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി ഇത് നമുക്ക് വെന്ത് കിട്ടും. നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്നത് വഴറ്റിയത് മിക്സിക്കകത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സ്ലോ ഫ്ലെയിമിലായിരുന്നു ഗ്യാസ്. കണ്ടില്ലേ, ഇതിനകത്തിൽ വെള്ളമെല്ലാം ഇറങ്ങി ഇത് നമുക്ക് പകുതിയോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ആ മിക്സി കഴുകുന്ന വെള്ളം കൂടെ ഇതിനകത്തിൽ ഒഴിക്കുന്നുള്ളൂ. ആ മിക്സി കഴുകിയ വെള്ളം കൂടെ ഇതിനകത്തിൽ ഒഴിച്ചു കൊടുക്കാം. അഥവാ നിങ്ങൾക്ക് ചാറ് കൂടുതലാണ് വേണ്ടിയെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ചാറിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഇത്രയും വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ. ഗ്യാസ് മീഡിയം ലെവലിലായിരിക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വീട്ടിൽ പൊടിച്ച പൊടിയാണ്. അതും ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് കൂടെ നമുക്കിതിനെ ഒന്ന് വെച്ച് വേവിച്ചെടുക്കാം. നല്ലതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് 2 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഉണ്ടല്ലേ, നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ മേളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കടുക് പൊട്ടിച്ചിടണം. 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ച് 3-4 വെളുത്തുള്ളി ചതച്ചത്,
പിന്നെ കറിവേപ്പില ഇടുമ്പോൾ വെളുത്തുള്ളി ചതച്ചത് കടുക് വറുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഇതിനകത്ത് വരുന്നത്. അതാണ് ഇങ്ങനെ ചെയ്തത്. എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഏറ്റവും ലാസ്റ്റിൽ മല്ലിയില ഇടുമ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. വേറൊരു വീഡിയോ ആയിട്ട് വരും വരെ ബായ്.